ഹായ് സ്റ്റുഡൻസ്, അപ്പൊ നമുക്ക് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് യൂസ് ചെയ്തിട്ട് അനാലിസിസ് ഓഫ് ഫ്രെയിംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന്റെ പ്രൊസീജിയർ ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുക. ഈ സെഷനിൽ നമുക്ക് പ്രൊസീജിയർ ഡിസ്കസ് ചെയ്യാം. അനാലിസിസ് ഓഫ് ഫ്രെയിമിന്റെ പ്രൊസീജിയർ എന്താണെന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാം. തൊട്ടടുത്ത സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. സോ ഇവിടെ അനാലിസിസ് ഓഫ് ഫ്രെയിമിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നേരത്തെ പോലെ തന്നെ ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. എക്സ്പ്രഷൻ നമുക്കറിയാം. എന്താണ് എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ആർ മൈനസ് സ്മോൾ ആർ, വേർ ആർ ഈസ് എ നമ്പർ ഓഫ് അൺനോൺ ഇക്വേഷൻസ് ആൻഡ് സ്മോൾ ആർ ഈസ് എ നമ്പർ ഓഫ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. എത്ര ഇക്വിലിബ്രിയം കണ്ടീഷൻ ഉണ്ട്? സിഗ്മ h is equal to 0, sigma v is equal to 0, അതുപോലെ sigma m is equal to 0. സോ ഇക്വിലിബ്രിയം ഇക്വേഷൻ മൂന്നെണ്ണം ഉണ്ടാവും. അവിടെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നതായിരിക്കും ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ ഇക്വിലിബ്രിയം ഇക്വേഷൻ. ഫ്രെയിം ആയതുകൊണ്ടാണ് അവിടെ എന്ത് വരും, ഹൊറിസോണ്ടൽ ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പ്, ചൂസ് ദ റിഡൻഡന്റ് ഫോഴ്സ് ആൻഡ് അസൈൻ ദ സിസ്റ്റം കോർഡിനേറ്റ്സ് ഇൻ പ്ലേസ് ഓഫ് റിഡൻഡന്റ് ഫോഴ്സ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇവിടെ ചെയ്ത് കഴിയുമ്പോൾ എത്ര നമ്പർ ഓഫ് റിഡൻഡന്റ് ഫോഴ്സ് ഉണ്ടെന്നുള്ള കാര്യം കിട്ടും. ആ റിഡൻഡന്റ് ഫോഴ്സസിന്റെ അവിടെ നമ്മൾ എന്ത് അസൈൻ ചെയ്ത് കൊടുക്കും, സിസ്റ്റം കോർഡിനേറ്റ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. റിഡൻഡന്റ് ഫോഴ്സിന്റെ പ്ലേസിൽ നമ്മൾ സിസ്റ്റം കോർഡിനേറ്റ്സ് എന്ത് ചെയ്ത് കൊടുക്കുന്നു, അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൈൻ എലമെന്റ് കോർഡിനേറ്റ്സ് ടു എൻഡ് മൊമെന്റ്സ്. എൻഡ് മൊമെന്റ്സ് നമ്മൾ എന്ത് കൊടുക്കുന്നു, എലമെന്റ് കോർഡിനേറ്റ്സ്. നേരത്തെ പോലെ തന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി കണ്ടുപിടിക്കുന്നു. രണ്ടാമത് എന്ത് ചെയ്യും, സിസ്റ്റം കോർഡിനേറ്റ്സ് അസൈൻ ചെയ്യുന്നു. മൂന്നാമതായിട്ട് എന്ത് ചെയ്യുന്നു, എലമെന്റ് കോർഡിനേറ്റ്സ് അസൈൻ ചെയ്യുന്നു. ഇവിടെയും അത് തന്നെയാണ്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാലോ, ഫിക്സഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു, ഫിക്സഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇക്വാലന്റ് ജോയിന്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫിക്സഡ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം, ഫിക്സഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. ഫിക്സഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിവേഴ്സ് ആണ് ഇക്വാലന്റ് ജോയിന്റ് ലോഡ് എന്നുള്ള കാര്യവും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. സോ അതാണ് നാലാമത്തെ സ്റ്റെപ്പ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോഴ്സ് ട്രാൻസ്ഫർമേഷൻ മെട്രിക്സ് ഫോം ചെയ്യുക. എങ്ങനെയാണ് ഫോഴ്സ് ട്രാൻസ്ഫർമേഷൻ മെട്രിക്സ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഫോഴ്സ് ട്രാൻസ്ഫർമേഷൻ മെട്രിക്സ് എന്ത് ചെയ്യുക, ഫോം ചെയ്യുക എന്ന് പറയുന്നതായിരുന്നു അഞ്ചാമത്തെ സ്റ്റെപ്പ്. ആറാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഫൈൻ ഡെൽറ്റ സ്റ്റാർ നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഡെൽറ്റ സ്റ്റാർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എങ്ങനെയാണെന്നുള്ള കാര്യം എക്സ്പ്രഷൻ നമുക്ക് അറിയാലോ. ഓരോ ഇൻഡിവിജ്വൽ മെമ്പറിന്റെയും ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഡയഗണലി എഴുതുക. ഇൻഡിവിജ്വൽ മെമ്പറിന്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം, ഡെൽറ്റ എ ബി ഈസ് ഈക്വൽ ടു എൽ എ ബി ഡിവൈഡ് ബൈ 6 EI ഇൻറ്റു 2 - 1 - 2 എന്ന് പറയുന്നതാണ് ഇൻഡിവിജ്വൽ മെമ്പറിന്റെ ഫ്ലെക്സിബിലിറ്റി നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ 3 മെമ്പർ ഉണ്ട് എന്നുള്ള കൺസിഡറേഷൻ ആണ് ഡെൽറ്റ എ ബി, ഡെൽറ്റ ബി സി, ഡെൽറ്റ സി ഡി എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ കിട്ടുന്ന ഇൻഡിവിജ്വൽ മെമ്പർ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഡയഗണലി എഴുതണം, മറന്നു പോകരുത്. ഇപ്പൊ ഇവിടെ രണ്ടെണ്ണം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഡെൽറ്റ എ ബി, ഡെൽറ്റ ബി സി, ഒറ്റ മെമ്പർ ആണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒറ്റ മെമ്പർ എന്തായാലും കൺസിഡർ ചെയ്ത് വരില്ലല്ലോ. സോ സ്റ്റെപ്പ് 7 എന്ന് പറയുന്നത്, ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് അറ്റ് സിസ്റ്റം കോർഡിനേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് അറ്റ് സിസ്റ്റം കോർഡിനേറ്റ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഡെൽറ്റ ഈസ് ഈക്വൽ ടു എഫ് ട്രാൻസ്പോസ് ഇൻറ്റു ഡെൽറ്റ സ്റ്റാറിന്റെ എഫ് ആണ്. എഫ് ട്രാൻസ്പോസ് ഇൻറ്റു ഡെൽറ്റ സ്റ്റാറിന്റെ എഫ്. എന്താണ് ഡെൽറ്റ എന്ന് വെച്ചാൽ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് സിസ്റ്റം കോർഡിനേറ്റ്സ് ആണ്. നേരത്തെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എലമെന്റ് കോർഡിനേറ്റ്സ് പറഞ്ഞു, ഇനി ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് സിസ്റ്റം കോർഡിനേറ്റ്സ് ആണ് പറയുന്നത്. ഡെൽറ്റ കാൽക്കുലേറ്റ് ചെയ്യാം എങ്ങനെ, എഫ് ട്രാൻസ്പോസ്. എഫ് ട്രാൻസ്പോസ് എന്ന് വെച്ചാൽ എന്താ, ഫോഴ്സ് ട്രാൻസ്ഫർമേഷൻ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുക. എഫ് ട്രാൻസ്പോസ് ഇൻറ്റു ഡെൽറ്റ സ്റ്റാർ ഇൻറ്റു എഫ് ആണ് എന്നുള്ള കാര്യം മനസ്സിലായി. എട്ടാമത്തെ സ്റ്റെപ്പ് എന്താ, ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് ഡ്യൂ ടു അപ്ലൈഡ് ഫോഴ്സ് അറ്റ് സിസ്റ്റം കോർഡിനേറ്റ്സ്. എട്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് ഡ്യൂ ടു അപ്ലൈഡ് ലോഡഡ് സിസ്റ്റം കോർഡിനേറ്റ്സ്. അതാണ് ഡെൽറ്റ എൽ കാൽക്കുലേറ്റ് ചെയ്യുക. നേരത്തെ അതേ എക്സ്പ്രഷൻ തന്നെയാണ്, എഫ് ട്രാൻസ്പോസ് ഇൻറ്റു ഡെൽറ്റ സ്റ്റാർ ഇൻറ്റു പി എൽ സ്റ്റാർ. പി എൽ സ്റ്റാർ എന്ന് വെച്ചാൽ എന്താണ്, ഇക്വാലന്റ് ജോയിന്റ് ലോഡ്സിന്റെ മെട്രിക്സ് ആണ് പി എൽ സ്റ്റാർ എന്ന് പറയുന്നത്, മറന്നു പോകരുത്. ഇനി ഒൻപതാമത്തെ സ്റ്റെപ്പ് എന്താ, റിഡൻഡന്റ് ഫോഴ്സ് മെട്രിക്സ് കണ്ടുപിടിക്കാൻ. വേറെ മെട്രിക്സ് പി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡെൽറ്റ ഇൻവേഴ്സ് ഇൻറ്റു ഡെൽറ്റ എൽ. ഇവിടെ നമുക്ക് ഡെൽറ്റ കിട്ടി, ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് സിസ്റ്റം കോർഡിനേറ്റ്സ് കിട്ടി. അതിന്റെ ഇൻവേഴ്സ് എടുക്കാൻ അറിയാം, അഡ്ജ് എ ബൈ ഡിറ്റർമിനന്റ് എ ആണ്. ഇൻവേഴ്സ് എടുക്കുക ഇൻറ്റു ഡെൽറ്റ എൽ. ഇത്രയുമാണ് നമ്മുടെ അനാലിസിസ് ഓഫ് ഫ്രെയിമിന്റെ പ്രൊസീജിയർ. നേരത്തെ അതേ പ്രൊസീജിയർ തന്നെയാണ്. ഇവിടെ നമുക്കൊരു വേരിയേഷൻ വരുന്നത്, ഫോഴ്സ് ട്രാൻസ്ഫർമേഷൻ മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു വേരിയേഷൻ വരുന്നത്. ഇവിടെ മിക്കവാറുമുള്ള കണ്ടീഷൻ എന്താ, ഡെൽറ്റ സ്റ്റാർ കണ്ടുപിടിക്കാൻ നമുക്കൊരു 3/3 മെട്രിക്സ് തന്നെയാണ് വരുന്നത്. മിക്കവാറും കണ്ടീഷൻസിലൊക്കെ വരുന്നത് എന്തായിരിക്കും, ഒരു 3/3 മെട്രിക്സ് തന്നെയായിരിക്കും വരുന്നത്, കാരണം ഫ്രെയിം ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ഇതാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. നമുക്ക് ഇനി ഈ പ്രൊസീജിയറെ ബേസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത സെഷനിൽ ഇതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം.